സർ, ഈ പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. നമ്മൾ കേരളത്തിലാണ് ആദ്യമായി ഈ പ്രവേശന പരീക്ഷ, മെഡിക്കൽ പ്രവേശന പരീക്ഷ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. പിന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും അത് പോയി. പിന്നെ അത് കഴിഞ്ഞ് സെൻട്രൽ ഈ കോട്ട നിശ്ചയിച്ചപ്പോൾ സെൻട്രൽ ഒരു പൊതു പൂള് ഉണ്ടാക്കിയ സമയത്ത് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന CBSE സംഘടിപ്പിക്കുന്ന പരീക്ഷ വന്നു. പക്ഷേ ആ സമയത്ത് സംസ്ഥാന പ്രവേശന പരീക്ഷയുണ്ടായിരുന്നു, എയിംസിലേക്ക് വേറെ പരീക്ഷയാണ്, ജിപ്മറിലേക്ക് വേറെ പരീക്ഷയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഒരു 9 പരീക്ഷ എഴുതണം. അങ്ങനെ വന്നപ്പോഴാണ് ഇതിനെല്ലാം കൂടി ഏകീകരിപ്പിച്ചുകൊണ്ട് ഈ നീറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. നീറ്റ് ആദ്യം വരുന്ന സമയത്ത് ജിപ്മറും എയിംസും പുറത്ത് തന്നെയായിരുന്നു. പിന്നീട് 2020 ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് ഈ നീറ്റ് പരീക്ഷ. ഇപ്പോൾ ഏകദേശം 24 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് അവരുടെ ഭാവി ഇരുളടഞ്ഞതാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൽ മുഖ്യപ്രതി എന്ന് പറയുന്നത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ്. മാത്രമല്ല, ഈ ചോദ്യപേപ്പറുകൾ ചോർന്നു 6 ലക്ഷം രൂപ ചോദ്യപേപ്പറുകൾ കിട്ടുമെന്ന് പറയുന്ന അവസ്ഥ വന്നു. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ചില ഏരിയകളിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടു. പാറ്റ്നയിൽ ഇത് പിടിച്ചു, ഗോദ്രയിൽ പിടിച്ചു. അതുപോലെ ഗജ്ജർ എന്ന് പറയുന്ന ഹരിയാനയിൽ ഹർദയാൽ എന്ന് പറയുന്നൊരു സ്കൂളുണ്ട്, അതായിരുന്നു സെൻറ്റർ. അവിടെ 500 പേരോളം ഇരുന്നു. 6 പേർക്ക് 720 ഫുൾ മാർക്ക്, 2 പേർക്ക് 718ഉം 719. ഈ 718ഉം 719 ഒന്നും മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ നെഗറ്റീവ് മാർക്ക് വരുന്നതുകൊണ്ട്. അപ്പോഴാണ് NTA പറയുന്നത് അത് വരാനുള്ള കാരണം ഗ്രേസ് മാർക്ക് കൊടുത്തുകൊണ്ടാണ്. എന്തിനാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്? ഈ ടൈം ലോസിൻ്റെ പേരിലാണ് എന്നാണ്. അത് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത് ക്ലാറ്റ് എന്ന് പറയുന്ന കോമൺ ലോ അക്കാഡമിക് ടെസ്റ്റ് 2018. അത് ഓൺലൈനാണ്. ഓൺലൈനിൽ ഈ ടൈം ലോസ് ചിലപ്പോൾ വരും, കാരണം അത് ടെക്നിക്കൽ പിന്നെ ഡിഫക്റ്റൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ ആ സോഫ്റ്റ്വെയറിൽ എത്ര സെക്കൻഡാണ് ടൈം ലോസ് എന്ന് കൃത്യമായി കാണിക്കാൻ പറ്റും. ഇത് ഓഫ്ലൈനിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഓഫ്ലൈനിൽ ഇത് കണ്ടുപിടിക്കാനുള്ള സോഫ്റ്റ്വെയറും ഇല്ലല്ലോ. നമ്മൾ ഓഫ്ലൈനായിട്ട് ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ പിന്നെ CCTV ഫൂട്ടേജൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഇത് വലിയ ചർച്ചയായി. അവസാനം എന്താണ് ഇവർ തീരുമാനിച്ചത്? നമുക്ക് വീണ്ടും ഈ ഗ്രേസ് മാർക്ക് കൊടുത്തവർക്ക് വീണ്ടും ടെസ്റ്റ്. ആ ടെസ്റ്റ് എഴുതുന്നില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കുറച്ചുള്ള മാർക്ക്. ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്ന ഇവരെയാണോ ഏജൻസിയാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. സർ, ഈ പറഞ്ഞിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഹർദയാൽ ഗജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് നടത്തുന്ന ആളുടെ പേര് അനുരാധ യാദവ് എന്നാണ്. അനുരാധ യാദവ് അവിടുത്തെ BJP നേതാവായ ശേഖർ യാദവിൻ്റെ കുടുംബമാണ്. ഇവർ റോഹ്തക് എന്ന് പറയുന്ന അവിടുത്തെ MP ഇവിടെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും BJPയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇത് മുഴുവൻ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അന്വേഷണം അതുകൊണ്ട് തന്നെ സെൻട്രൽ ഏജൻസി ഇത് നടത്തുമ്പോൾ എത്രമാത്രം ഇതിൽ ഒരു വ്യക്തതയുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കണ്ട് വ്യാപം അഴിമതി നടന്നിരുന്നല്ലോ. അതിൽ അന്നത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബാംഗങ്ങളൊക്കെ അതിൽ പെട്ടിരുന്നു. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തെളിവ് കൊടുത്തവർ പരാതിക്കാരുൾപ്പെടെ 50ഓളം പേര് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുപോയി, കൊല്ലപ്പെട്ടു. അപ്പം ഇതേ സാഹചര്യങ്ങൾ ഈ അത്രയും വലിയ ലോബിയാണ് ഇവിടെയൊക്കെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്ന് പറയുന്നൊരു സാഹചര്യം നമ്മളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്ന് ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ
എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 2021 AK രാജൻ എന്ന് പറയുന്ന ഒരു ജഡ്ജിനെ വെച്ചുകൊണ്ട് അവിടുത്തെ നീറ്റ് പരീക്ഷയുടെ ഇമ്പാക്റ്റ് അവർ പരിശോധിച്ചു. കണ്ടെത്തിയ 2 കാര്യങ്ങൾ കേരളത്തിന് ബാധകമാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ കണ്ടെത്തിയത് ഗ്രാമീണരായിട്ടുള്ളവരും പാവപ്പെട്ട കുട്ടികളും ഈ പരീക്ഷയിൽ വളരെ പിന്നിലാണ്. അവർക്ക് സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ വഴി NTA അവരൊരു കത്ത് എഴുതി. സോഷ്യോ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ 2017 മുതൽ 20 വരെ എന്താണ് എന്ന് ഞങ്ങൾക്കറിയണം. എത്ര പാവപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട്, എത്ര ഗ്രാമീണർക്ക് കിട്ടുന്നുണ്ട് എന്ന്. ഇപ്പോൾ വയർ മാഗസിൻ എഴുതിയിട്ടുള്ളത് ഈ നീറ്റ് എന്ന് പറയുന്ന എക്സാം ഈസ് ആൻറ്റി പുവർ, ആൻറ്റി മൈനോറിറ്റി, ആൻറ്റി ഫെഡറൽ ആൻഡ് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ശരിക്കും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആ പ്രധാനിയെ തന്നെയാണ് ഇതിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ടതും പുറത്താക്കേണ്ടതും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം BJP നിൽക്കുന്ന കാലത്തോളം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീതി ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു തരത്തിലും ഒരു വിശ്വാസ്യത വരുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കാര്യം വളരെ മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. We will revisit the policy of centrally conducted qualifying exams such as NEET, CUET, etc. and make it optional for state governments to adopt these examinations for admissions or conduct their own examinations meeting the prescribed standards to state-funded and state-approved higher educational institutions. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നമ്മൾ ഫണ്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളുടെ എക്സാം സിസ്റ്റം തന്നെ വരണം എന്ന് പറയുന്നിടത്തേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. സെൻട്രലിൽ വരുന്ന എയിംസിലും ജിപ്മറിലുമൊക്കെ കിട്ടണമെങ്കിൽ അത് നീറ്റ് പരീക്ഷയിൽ പുതിയ സിസ്റ്റം ഉണ്ടാക്കി പുതിയൊരു ഒരു മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ അവർക്ക് ആ പരീക്ഷയും എഴുതാമെന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടാക്കണം. നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ കാര്യം നോക്കണം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ പൂള് വരുന്ന സമയത്ത് അധികവും നോർത്ത് ഇന്ത്യയിൽ ഉള്ള സ്റ്റേറ്റിലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻസ് കിട്ടുന്നത് നീറ്റിലൂടെ. നമ്മുടെ കുട്ടികളെ കഴിഞ്ഞ കാലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തം എൻട്രൻസ് എക്സാം എഴുതിയ സമയത്ത് കിട്ടിയ എണ്ണവും ഇപ്പോഴത്തെ എണ്ണവും നോക്കുകയാണെങ്കിൽ എത്രമാത്രം നമ്മൾ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഗൗരവമായൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിടേണ്ട ഒരു കാര്യമാണ്. BJP എന്ന് പറയുന്ന ഗവൺമെൻറ് അവരെന്നെ അവരുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നുണ്ട് ഈ പേപ്പർ ലീക്കേജ് വരുന്നുണ്ട് എന്നുള്ളത്. അവർ സമ്മതിക്കുന്നുണ്ട്. മോദി ഗ്യാരണ്ടിയിൽ വരുന്ന ഈ പേപ്പർ ലീക്കേജ് ഇല്ലാതാക്കുന്നു. അപ്പോൾ ഈ ലീക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നുണ്ടല്ലോ. എത്രയാണ് 6 ലക്ഷം രൂപയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വരുന്നത്. ഇതൊരു കച്ചവടമാണ്. ട്യൂട്ടോറിയൽ കോളേജുകളെല്ലാം മാറി കോച്ചിങ് സെൻറ്ററുകളായി മാറി, എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളായി മാറിയതിൻ്റെ ഒരു വലിയ മത്സരം പ്രത്യേകിച്ച് വടക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയായിട്ട് നമ്മളിതിനെ കാണേണ്ടതുണ്ട്. 720 മാർക്കുകൾ 67 ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും സ്കൂളിൽ ലെവലിൽ തോറ്റ കുട്ടിക്ക് 700-ലധികം മാർക്ക് എൻട്രൻസിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രമേയത്തെ ശക്തമായി അനുകൂലിക്കുന്നു എന്നതിനപ്പുറം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ പാർലമെൻറ്റിനകത്തും പ്രശ്നങ്ങളുണ്ടാക്കി ഈ മന്ത്രി രാജിവെക്കുന്നത് വരെ ഈ പോരാട്ടം നമ്മൾ തുടരണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ.